നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് ഗസയിലേക്ക് തന്നെയാണ്. അവിടെ ഇപ്പോൾ ഇസ്രയേലും അതുപോലെ തന്നെ ഹമാസുമായിട്ടുള്ള ഈ ഒരു യുദ്ധം അതിവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാലസ്തീനിലെ ജനങ്ങൾ അവർ പ്രതീക്ഷയിലാണ്. അതായത് ഇനിയൊരു ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഭക്ഷണം, കുടിവെള്ളം, മരുന്നുകൾ ഇവയെല്ലാം തന്നെ ആരുടെയും നിയന്ത്രണമില്ലാതെ തന്നെ ഗസയിലേക്ക് എത്തിച്ചേരും എന്നൊരു ആശ്വാസത്തിലുമാണ് ഇപ്പോൾ ഗസയിലുള്ള ജനങ്ങൾ. ഇവിടെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു യുദ്ധത്തിൽ ആര് ജയം നേടി എന്നുള്ളതാണ്. പല രാഷ്ട്രീയ നിരീക്ഷകരും അവർ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു യുദ്ധത്തിൽ ജയിച്ചിട്ടുള്ളത് അത് പാലസ്തീനിലെ ജനങ്ങളാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു സൈന്യമുള്ള രാജ്യമാണ്. എന്നാൽ അത്തരമൊരു സൈന്യത്തോട് ഗസയിലെ ജനങ്ങൾ ഭീമമായിട്ടുള്ള നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അവർ അവിടെ തന്നെ നിലനിന്നു. അതായത് പാലസ്തീനികളുടെ ഒരു നിലനിൽപ്പിന്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാലസ്തീനികളുടെ ശബ്ദം അത് ലോകമെമ്പാടും കേട്ടു. ഗസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അത് ലോകമെമ്പാടും ചർച്ചയായി. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും പ്രതിഷേധം ഉയർന്നു. ഒരുപക്ഷെ ഇതിനു മുമ്പൊരിക്കലും പാലസ്തീനിയൻ ജനങ്ങൾക്ക് ഇത്രയും ആഗോള പിന്തുണ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്, ഇസ്രയേലിന് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കാര്യവും നേടിയെടുക്കാനും സാധിച്ചിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ടും ഹമാസിനെ ഇല്ലാതാക്കാനായിട്ട് ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇസ്രയേലിന് ഈ ഒരു യുദ്ധത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നിരവധി ഇസ്രയേലി സൈനികർക്കാണ് അവരുടെ ജീവൻ നഷ്ടമായത്. അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ഈ ഒരു യുദ്ധം ഇസ്രയേലിന് കനത്ത സാമ്പത്തിക നഷ്ടങ്ങളുമാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള വെല്ലുവിളികൾ അത് പലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയുടെ പുനർനിർമ്മാണം തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര സഹായങ്ങൾ ഗസയ്ക്ക് ആവശ്യവുമാണ്. എന്നിരുന്നാലും ഗസയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു കരാർ അത് പ്രാവർത്തികമാക്കുമോ അതോ പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മടങ്ങിപ്പോകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. സമാധാനം അത് വാക്കുകളിൽ മാത്രമാകാതെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്നാണ് എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വാർത്ത, ഗസയിൽ ഇപ്പോൾ യുദ്ധം അവസാനിച്ചതായിട്ട് ഹമാസിന്റെ നേതാവ് ഖാലിദ് അൽ ഹയ്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കരാർ നിലവിൽ വന്നു, യുദ്ധം അത് പൂർണ്ണമായും അവസാനിച്ചു എന്നാണ്. കരാറിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇരുപക്ഷത്തു നിന്നും തടവുകാരെ പരസ്പരം കൈമാറുകയും ചെയ്യും. ഗസയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇസ്രയേലി സേന ഇപ്പോൾ പിന്മാറുന്നുണ്ട് എന്നൊരു കാര്യവും ഈ ഒരു കരാറിലുണ്ട്. ഹമാസിന്റെ നേതാവായിട്ടുള്ള ഖാലിദ് അൽ ഹയ്യ പറയുന്നത് അമേരിക്കയുടെയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളുടെയും ഉറപ്പ് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ടർക്കി, ഖത്തർ, ഈജിപ്ത്, അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയവരുടെ പിന്തുണയും ഈ ഒരു കരാറിനുണ്ട്. എന്നാൽ ഖാലിദ് അൽ ഹയ്യ പറയുന്നത് ഇത് സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് എന്നാണ്. ഇനി ലക്ഷ്യമെന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു പലസ്തീൻ രാഷ്ട്രമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇതോടുകൂടി തന്നെ 2 രാഷ്ട്ര പരിഹാരം അതിലേക്കാണ് ഇപ്പോൾ ഗസ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ അമേരിക്ക പുതിയ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഗസ സ്ട്രിപ്പിൽ അവിടെ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക ഒരു സെന്റർ തുറക്കാൻ പോകുന്നു എന്ന രീതിയിൽ, തുറന്നിട്ടില്ല പക്ഷേ അങ്ങനെ തുറക്കണം എന്ന രീതിയിൽ ഒരു നിർദ്ദേശം ഇപ്പോൾ US സേന നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ആയിരിക്കും ഇവിടെ രൂപീകരിക്കുന്നത്. ഈജിപ്ത്, ഖത്തർ, UAE, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനോട് സഹകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുടെ തന്നെ ഏകദേശം 200ഓളം സൈനികരും ഈ ഒരു ടാസ്ക് ഫോഴ്സിൽ ഉണ്ടായിരിക്കും. ഇതിലൂടെ അമേരിക്ക ഒരുപക്ഷെ ഗസയിൽ കൂടുതൽ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയേക്കാം. ഒരിക്കൽ കൂടെ പറയുന്നു, ഇങ്ങനൊരു നിർദ്ദേശം US സേന മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ വാർത്ത വരുന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല.